ഒരു വെള്ളം ചുമട്ടുകാരന്റെ കഥയാണ്. ഒരു മുളന്തണ്ടിന്റെ ഇരുവശത്തുമായി 2 വലിയ മൺകുടങ്ങൾ കെട്ടിത്തൂക്കി അദ്ദേഹം തോളിലേറ്റ് നടക്കും. അതിൽ ഒരു കുടം നല്ല പുത്തൻ കുടമായിരുന്നു. എന്നാൽ രണ്ടാമത്തെ കുടത്തിന് ഒരു ചെറിയ വിള്ളലുണ്ടായിരുന്നു. പുഴയിൽ നിന്ന് വെള്ളം നിറച്ച് വീട്ടിലെത്തുമ്പോഴേക്കും നല്ല കുടത്തിൽ വെള്ളം മുഴുവനുണ്ടാവും. എന്നാൽ വിള്ളലുള്ള കുടത്തിലെ പകുതി വെള്ളവും വഴിയിൽ ചോർന്നു പോയിട്ടുണ്ടാവും. പാവം വിള്ളലുള്ള കുടത്തിന് ഇത് വലിയ സങ്കടം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഒരു ദിവസം സഹികെട്ട് ഈ വിള്ളലുള്ള കുടം നമ്മുടെ യജമാനോട് പറഞ്ഞു, എന്നെ മാറ്റി പുതിയതൊന്ന് വാങ്ങിക്കൂ. എന്റെ വിള്ളൽ കാരണം നിങ്ങൾക്ക് പകുതി വെള്ളമേ വീട്ടിലെത്തിക്കാൻ കഴിയുന്നു. ഞാനൊരു പരാജയമല്ലേ? യജമാനൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ നമ്മൾ നടന്നു പോകുന്ന വഴിയിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അടുത്ത ദിവസം ആ വിള്ളൽ വീണ കുടം അവർ കടന്നു പോകുന്ന വഴിയുടെ ഇരുവശങ്ങളും ശ്രദ്ധിച്ചു. വഴിയുടെ ഒരു വശത്ത് മനോഹരമായ പൂച്ചെടികൾ വളർന്നു നിൽക്കുന്നു. യജമാനൻ പറഞ്ഞു, നിനക്ക് വിള്ളലുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ വശത്ത് പൂച്ചെടികളുടെ വിത്തുകൾ വിതറി. ഓരോ ദിവസവും നമ്മൾ നടന്നു വരുമ്പോൾ നീ അറിയാതെ ആ വിത്തുകൾക്ക് വെള്ളമൊഴിച്ചു. ഇന്ന് ഈ വഴി ഇത്ര മനോഹരമാകാൻ കാരണം നിന്റെ ആ വിള്ളലാണ്. മറുഭാഗത്ത് നോക്കൂ, എപ്പോഴും മരുഭൂമിയാണ് കേട്ടോ. നമ്മളിൽ ഓരോരുത്തരിലും ഇങ്ങനെയുള്ള വിള്ളലുകൾ അല്ലെങ്കിൽ കുറവുകൾ ഉണ്ടാവാം. നിങ്ങളുടെ കുറവുകളെ നിങ്ങൾ സ്നേഹിക്കുക. കാരണം ആ കുറവുകളിലൂടെയാണ് ഈ ലോകത്തിന് വേണ്ട ചില നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത്. ആരും ആർക്കും പകരമാവില്ല. നിങ്ങൾ മറ്റൊരാളാകാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ